ഹായ് ഫ്രണ്ട്സ്, ഇപ്പം ഞങ്ങൾ കക്കോടി ഫെസ്റ്റ് കാണാൻ പോകാം കേട്ടോ. ഞങ്ങൾ ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെയാണ്. അങ്ങനെ കഴിഞ്ഞ് ഫോട്ടോ എടുക്കുന്ന സമയത്താണ് ചെറിയമ്മ കയറി വന്നത്. അപ്പോൾ ഫോട്ടോ അല്ല വീഡിയോ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ആൾ ബാക്കോട്ടേക്ക് പോയി. പിന്നെ ഇതെൻ്റെ അനിയത്തിയാട്ടോ. ഞങ്ങളിങ്ങനെ പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ്. അപ്പം വണ്ടീൻ്റെ ഒരു ഇഷ്യൂ വന്നു, അവിടെ ഇങ്ങനെ എത്തണമല്ലോ. അപ്പം നോക്കിയ സമയത്ത് കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് ഞങ്ങൾ 10 മിനിറ്റോളം വെയിറ്റ് ചെയ്തപ്പോൾ പിന്നെ വണ്ടി കിട്ടി. പാപ്പൻ്റെ ഫ്രണ്ടിൻ്റെ കാർ ഉണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരുടെ അതിൽ കയറി. പാപ്പനും ചെറിയമ്മയും കൂടി ഒരുമിച്ചാട്ടോ പോയത്. അങ്ങനെ ഞങ്ങൾ വണ്ടിയൊക്കെ തിരിക്കാൻ വേണ്ടി കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് നേരെ അതിലോട്ട് കയറി. പിന്നെ ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ ചുറ്റുപാടും അപ്പം വലിയ തിരക്കോ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു കേട്ടോ. തിരക്കൊക്കെ കുറവായിരുന്നു. നല്ല ലൈറ്റ് എഫക്റ്റും കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാൻ. ഞങ്ങൾ കുറച്ച് നേരം ബാക്കി എല്ലാവരും വരുന്നവരെ അവിടെ വെയിറ്റ് ചെയ്തതാണ്. നേരെ പിന്നെ ഞങ്ങൾ നടന്നു അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട്. റോഡൊക്കെ ആ സമയത്ത് തിരക്കൊന്നും ഇല്ലാത്തതിനെ കൊണ്ട് കുഴപ്പമൊന്നുമില്ലായിരുന്നു. പക്ഷെ കുറച്ച് സമയം കഴിഞ്ഞാൽ തിരക്കൊക്കെ കൂടിയേ. ഞങ്ങൾ സ്റ്റേജ് ആട്ടോ കാണുന്നത്. ഞങ്ങൾ നേരെ അങ്ങോട്ട് നടന്നു. അങ്ങനെ അവിടെ എത്തിയപ്പോഴാണ് ഏട്ടനെ കണ്ടത്. ഏട്ടൻ അവിടുത്തെ കോർഡിനേറ്ററാണ്. അങ്ങനെ ഞങ്ങൾ സീറ്റും കാര്യങ്ങളൊക്കെ നോക്കിയപ്പോൾ സീറ്റൊക്കെ ഒരുപാട് ഒഴിവുണ്ട്. അപ്പോൾ നേരെ മുന്നിലേക്ക് തന്നെ പോയിരുന്ന് ഷാഫിക്ക വരുന്ന ദിവസം കേട്ടോ, ഇന്ന് നമ്മുടെ കൊല്ലം ഷാഫിക്ക. അങ്ങനെ അവരെ വെയിറ്റ് ചെയ്ത് ഞങ്ങൾ അവരെ പ്രോഗ്രാം തുടങ്ങാൻ വേണ്ടിയിട്ട് ഞങ്ങളിങ്ങനെ കാത്തിരിക്കുക. കുറേ പേരുണ്ട്. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നല്ല തിരക്കാവുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ അവരെ പരിപാടിയൊക്കെ തുടങ്ങി. ഷാഫിക്കാൻ്റെ പാട്ടില്ലേ, നമ്മളെ ഫാത്തിമ എന്ന് പറഞ്ഞ പാട്ട് ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്നത് വന്നപ്പോഴത്തേക്ക് ഭയങ്കര കൂക്കും വിളിയൊക്കെയായിരുന്നു. ഒന്ന് ബാക്കോട്ട് നോക്കിയപ്പോഴത്തേക്കും കാലിയായ സീറ്റ് ഫുള്ള് നിറഞ്ഞ് ആൾക്കാർക്ക് നിൽക്കാൻ സ്ഥലമല്ലാണ്ടായി. പിന്നെ DJ തുടങ്ങി, ഡാൻസായി. അപ്പം ഒന്ന് ഉണർന്ന് അപ്പോഴത്തേക്കും മഴയൊക്കെ പെയ്തപ്പോൾ വേഗം തിരിച്ചിട്ടോ. പിന്നെ പോകുന്ന വഴിക്കൊരു ഐസ്ക്രീമൊക്കെ വാങ്ങി കഴിച്ചപ്പോഴത്തേക്ക് മഴ കൂടുകയും ചെയ്ത്. പിന്നെ വേഗം ഞങ്ങൾ നടന്ന് വണ്ടി വന്നപ്പോഴേക്കും അങ്ങനെ വണ്ടീൻ്റെ അടുത്തേക്ക് പോയി. വേഗം എങ്ങനെ വണ്ടീൻ്റെ അടുത്ത് എത്തണം, കാരണം നല്ല മഴ പെയ്ത് കിട്ടോ. പരിപാടിയൊക്കെ അലമ്പായി എന്ന് വിചാരിച്ച് പിന്നെ അവർ റീസ്റ്റാർട്ട് ചെയ്തിരിക്കും തോന്നുന്നു പരിപാടി കാര്യങ്ങളൊക്കെ. ഞങ്ങൾ നേരെ വണ്ടി കയറി. പാപ്പൻ്റെ വണ്ടിയിലാട്ടോ പോയത്. ഞങ്ങളൊരുമിച്ച് നേരെ അതിൽ കയറി. വീട്ടിലെത്തിയപ്പോഴത്തേക്കും ഒരുത്തൻ നല്ല കുഴിമന്തി തട്ടുന്നുണ്ട്. ഡോറ് തുറന്നപ്പോൾ കാണുന്ന കാഴ്ചയാട്ടത്. ഞങ്ങളാണ് വിശന്നിട്ടാണ് ചെന്നത്. മഴ അതിനെ കൊണ്ട് പുറത്തൊന്നും അങ്ങനെയൊന്നും കഴിക്കാനും പറ്റിയില്ല. നേരെ പോയി അവൻ്റെ കൂടെ ഇരുന്നും കളഞ്ഞ് ബാക്കിയുള്ളതും കൂടി കഴിക്കാമെന്ന് വിചാരിച്ച്. അങ്ങനെ 2 പേരോട് കഴിച്ചപ്പോഴത്തേക്ക് അവന് മതിയായിട്ടോ. ബാക്കി ഞാൻ ഇരുന്ന് കഴിച്ച്, കാരണം അത്യാവശ്യം കഴിക്കാൻ മാത്രം ഉണ്ടായിരുന്നു. കഴിച്ച്